അയ്യോ കർത്താവേ. ആ അത് ഉണക്കി വെച്ചിരിപ്പുണ്ട്. ഒരു തുള്ളി വെള്ളം തീർന്നാൽ ഒരു മനുഷ്യരും ഓണാക്കത്തില്ല. ഇനി എപ്പോഴെങ്കിലും എൻ്റെ കൈ ചെല്ലണം. ചിഞ്ഞിട്ട് വന്നതാ. എന്താ ഇതൊരു കഷ്ടമാണ് ദൈവമേ ഇത്. വെള്ളം കുടിക്കാൻ വന്ന വെള്ളമില്ല. മമ്മിയെടുത്ത് ആര് പറഞ്ഞു ഈ കെറ്റിലിനകത്ത് വെള്ളം വെക്കേ? ഇത്രയും ബില്ല്, കറണ്ട് ബില്ല് വരുമ്പോ മമ്മിക്ക് കെറ്റിലിനകത്ത് വെള്ളം ചൂടാക്കിയാലേ കെറ്റിൽ വേണ്ട. അല്ലാതെ മമ്മി വെള്ളം ചൂടാക്കിയാൽ മതി. ഈ കെറ്റിലിനകത്ത് വെള്ളം ചൂടാക്കി കുടിക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാ. പിന്നെ ഞാൻ അടുപ്പി പോയി തീ കത്തിക്കട്ടോ? കത്തിര് അങ്ങനെയൊക്കെ വെള്ളം കുടിച്ചാൽ മതി. കറണ്ട് ബില്ല് വന്ന് അടയ്ക്കുന്ന ആരാ? വരുന്ന കറണ്ട് ബില്ലോ അങ്ങേറ്റത്തെ കറണ്ട് ബില്ലോ ഈ വരുന്നത്. എനിക്ക് വെള്ളം വേണ്ട. അതാ ഏറ്റവും നല്ലത്. കെറ്റിലിനകത്ത് വെള്ളം ചൂടാക്കുന്നു. എനിക്ക് വെള്ളം വേണ്ട. കെറ്റിലിന് അടുപ്പേ പോയി തീ കത്തിക്കാൻ പോയില്ല ഞാൻ. വെള്ളം വേണ്ട. മക്കളായ ഇച്ചിരി വെള്ളം തിളപ്പിച്ചൊക്കെ വെക്കും. വയ്യാത്തവർക്ക് ഇച്ചിരി വെള്ളം പോകണമെങ്കിൽ അടുപ്പിൽ തീ കത്തിച്ച് വെള്ളം ചൂടാക്കാം. വെള്ളം കുടിക്കണ്ട ആവട്ടെ. അവനവന്റെ ആവശ്യത്തിന് ഇച്ചിരി വെള്ളം ചൂടാക്കി വെക്കുന്നുണ്ടൊന്നും കുഴപ്പമൊന്നും ഒരു കുഴപ്പവും ഇല്ല. അവനവന്റെ ആവശ്യത്തിന് വെള്ളം ചൂടാക്കി. ആരോഗ്യം ബലമൊക്കെ ഉണ്ടാവട്ടെ, അന്നേരം ഞാൻ ചൂടാക്കി കുടിച്ചോളാം. അമ്മയുടെ വായിക്ക് ആരോഗ്യം ബലമില്ല. വായിക്ക് ബലമില്ല, അതിനകത്ത് വെള്ളം കുടിക്കാൻ വന്നത്. എന്റെ കറണ്ട് ബില്ല് ഇതിന് മാത്രമേ ഉള്ളല്ലോ ചിലവാക്കുന്നത്. 4 ദിവസം ലൈറ്റ് ഇടുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. നെറ്റിനകത്ത് വെള്ളം അനത്തുന്നതിനവർക്ക് ഇച്ചിരി വെള്ളം അനത്ത് കുളിക്കാനും ഇച്ചിരി വെള്ളം അനത്ത് തരാൻ ആരുമില്ല. അതും വേണമെങ്കിൽ നമ്മൾ തന്നെത്താൻ കടന്ന് ചെയ്തോണം. ഈ വെള്ളം കുടിക്കാൻ ചെന്നാൽ അത് കെറ്റിൽ വന്നു ഓഫാക്കുക. എന്തൊരു കഷ്ടമെന്ന് പറയുന്നത്. നീ വെള്ളം അനത്തുന്നതിന് ഇനി എന്ത് വന്നോ എവിടുന്നെങ്കിലും ഓടി വരുമോ? അമ്മയ്ക്ക് ഗ്യാസിൽ മാത്രമേ ഉള്ള വെള്ളം അനത്തേ. ഇത് മമ്മി വെള്ളം പിടിച്ച് അടുപ്പി വെച്ച് അനത്താവുന്ന കാര്യമല്ലോ. ഈ ഗ്യാസ് തീർന്നു പോയാൽ എന്ത് ചെയ്യും? അത് വെള്ളം എനിക്ക് കുളിക്കണ്ട. കുളിക്കണം. എനിക്ക് കുളിക്കണം. പോയി കുളിയമ്മേ കൊണ്ട് അടുപ്പി വെച്ച് തീ അരിച്ച എന്താ കുഴപ്പം? ഞാൻ പോയി വിറവ് എടുത്തോണ്ട് വന്ന് തീ കത്തിച്ച് അടുപ്പിൽ തീ കത്തിച്ച് വെള്ളം അനത്തി കുളിക്കണം. കുളിച്ചിട്ട് വേണം നമുക്കൊന്ന് കിടക്കാൻ. എന്താ നമ്മുടെ ഒരു ഗതികേട്. എനിക്ക് വയ്യ. വെള്ളം കിടക്കട്ടെ, എപ്പോഴെങ്കിലും അനക്കട്ടെ. ഈ നിൽക്കാൻ വയ്യ എനിക്ക്. ജോലിയൊക്കെ ചെയ്തങ്ങ് ക്ഷീണിച്ച് വന്നിരിക്കുവേടി. അവരിങ്ങൊന്നും ചെയ്യത്തൊന്നുമില്ല. ചുമ്മാ എന്ത് ചെയ്യുന്നേ? ജോലി ചെയ്തു എല്ലാം തന്നെത്താനെ വേണം ചെയ്യാൻ. ചെയ്ത് മുമ്പിൽ വെച്ചാ ഓക്കെ. അല്ലെങ്കിൽ പിന്നെ നമ്മളെ ഉറുപ്പും നമ്മളെ ഇത് കഷ്ടപ്പാടി. നമുക്ക് നമ്മുടെ വീടല്ലേ സുഖം. എന്തോരം കഷ്ടപ്പാടാ എനിക്കറിയത്തില്ലേ. വെള്ളം തിളക്കട്ടെ. ഞാൻ ഇനി എത്ര നേരം അവിടെ നിന്നാലും വെള്ളം തിളച്ചിട്ട് പോയി ഒന്ന് കുളിച്ചിട്ട് വന്ന് കിടക്കാൻ. നിൽക്കാൻ വയ്യ എനിക്ക്. കിടക്കട്ടെ. ഞാൻ അമ്മച്ചി എന്ത് ഇതുവരെ കുളിച്ചില്ലയോ? ഇന്നലെ കുളിച്ചെന്ന് പറഞ്ഞ് ഇന്ന് കുളിക്കണ്ടായോ? അല്ലേ ഇന്നലെ കുളിച്ചെന്നല്ലേ ഇതുവരെ കുളിച്ചില്ലയോ? കുളിച്ചില്ല. അങ്ങനെ കുളിക്കുന്നേ? സ്റ്റൗ കത്തിക്കാൻ സമ്മതിക്കുകയല്ല. പിന്നെ അടുപ്പേ കൊണ്ടുവച്ച് എല്ലാം വെള്ളം അനത്തി കുളിക്കണ്ടായോ? അത് സ്റ്റൗ കത്തിക്കാൻ നമുക്ക് വെള്ളം അനത്തി തരാൻ ആരുമില്ല. സ്റ്റൗ എന്താ കത്തിക്കാൻ? സ്റ്റൗ കറണ്ട് ബില്ല്. സ്റ്റൗവിന് ഗ്യാസ് കറണ്ട് ബില്ലാകും പോലും. അപ്പൊ ഇപ്പം വീട്ടിൽ സ്റ്റൗ ഉപയോഗിക്കുന്നില്ലയോ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ. എന്റെ പൊന്നു കുഞ്ഞ് എന്നോട് ഒന്നും ചോദിക്കണ്ട. കുടിക്കാൻ ഇച്ചിരി വെള്ളം അനത്താൻ അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു തുള്ളി വെള്ളം അതിനകത്തില്ല. ഇച്ചിരി വെള്ളം അനത്താന്ന് വിചാരിച്ചപ്പോൾ അത് വന്ന് ഓടി വന്ന് ഓഫാക്കി അങ്ങ് വെച്ചു. പിന്നെ കുളിക്കാമെന്ന് വിചാരിച്ച് എനിക്ക് വെള്ളം ഗ്യാസ് കത്തിച്ചപ്പോൾ അവിടെ ഓടി വന്നേക്കുക. ഗ്യാസ് കത്തിക്കേണ്ടതിന് കറണ്ട് ബില്ലാവുമെന്ന് പോലും. പിന്നെ കറണ്ട് ബില്ലാവേണ്ട അടുപ്പിൽ പോയി നമ്മൾ പാടുപെട്ട് തീ കത്തിച്ച് ഊതി ചവച്ചും കുരച്ചും കത്തിച്ച് വെച്ചു കിടക്കട്ടെ തിരേര. നമ്മളെ ആവശ്യക്കാരി ആയിപ്പോയില്ലേ. കുളിക്കാതിരിക്കാനൊക്കെ എത്തിക്കാത്ത ഇത്രയ്ക്കും ചൂടാ. ഒരു കാര്യം ചെയ്യാൻ ചമ്മച്ചു ഒരു ആടി എടുത്തെങ്കിലും പറ. ആടിയോടും പറയുന്നില്ല, അവയോടും പറയുന്നില്ല. ആടിയും ഇതെല്ലാം കണ്ടും കേട്ടും ഇരിക്കുകയാണല്ലോ. പോയി പറയാൻ ആവുന്ന കാലമല്ലേ. അല്ലാതെ ആടി അറിഞ്ഞും കണ്ടോ ഒന്നും ചെയ്യാനൊന്നും അറിയണ്ട.
നമ്മുടെ കാലം പോലെ ഇങ്ങനെ അങ്ങ് പൊയ്ക്കോട്ടെ. അമ്മച്ചി കഴിഞ്ഞ് ഞാൻ പോയി പറയാം. അല്ല പിന്നെ എന്ത് ചെയ്യാനാ? ഡാഡി എന്തിനാ അറിയാതിരിക്കുന്നത്? നീ പറയുകയും വേണ്ട, ഒന്നും വേണ്ട. അവരൊക്കെ കണ്ട് അറിയാവുന്നവർ അങ്ങനെ അറിയട്ടെ. കണ്ട് ഡാഡി അറിയും. അമ്മച്ചി എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അമ്മച്ചി ഇവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും. ഞാൻ പോയി പറയാം. പറഞ്ഞാലെന്തോ എന്തൊക്കെയാടി? ഞാൻ കണക്കൊക്കെ ഇവിടെ അമ്മച്ചിക്ക് ഗ്യാസ് ഒന്നും ഉപയോഗിക്കാൻ മമ്മി സമ്മതിക്കുന്നില്ല. ഗ്യാസും കെറ്റിലും ഒന്നും ഉപയോഗിക്കാൻ സമ്മതിക്കുന്നില്ല. കെറ്റില്, വെള്ളം തിളപ്പിക്കുന്ന കെറ്റില് ഉപയോഗിക്കാൻ മമ്മി സമ്മതിക്കുന്നില്ല. പിന്നെ അങ്ങനെ അമ്മച്ചിയുടെ കാര്യം? അല്ലാതെ വിറവെടുപ്പിനകത്ത് ചെയ്യാൻ. അമ്മച്ചി കുളിക്കാൻ വേണമെങ്കിൽ തന്നെ ഇപ്പൊ നല്ല പാതിരാത്രിയാ. അമ്മച്ചി അതിൽ പോയി വേണം കത്തിക്കാൻ. മമ്മി അടുപ്പിലാണോ കത്തിക്കുന്നത്? ആ മമ്മി ഗ്യാസിലാണ് കത്തിക്കുന്നതെന്ന്. പിന്നെ അമ്മച്ചിക്ക് എന്താ? എനിക്കറിയത്തില്ല, ഡാഡി ചോദിക്ക്. ഞാൻ ചോദിച്ചാൽ മമ്മിക്ക് ഇഷ്ടപ്പെടത്തില്ല. മമ്മി എന്താ? അമ്മ റൂമിൽ കിടപ്പുണ്ട്. കുസ്തി കഴിഞ്ഞോ? എനിക്കറിയത്തില്ല. അമ്മച്ചി വല്ലതും പറഞ്ഞോ? അമ്മച്ചി എന്താ പറയാ മമ്മി അടുത്ത്? അല്ല, അമ്മച്ചി വല്ലതും പറഞ്ഞോ മമ്മി? അമ്മച്ചിയെ പറഞ്ഞു ചോദിച്ചാൽ അമ്മച്ചി ഇതൊന്നും ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞ്. കറണ്ട് ബില്ല് ആവുന്ന അമ്മച്ചി ഇതൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അമ്മച്ചി വിഷമിച്ചു കിടക്കുന്നു. അതോ കിടപ്പുണ്ട്. അമ്മ എന്നാ റൂമിലുണ്ടോ? അതോ റൂമുണ്ട്. പിന്നെ നീ ശ്രദ്ധിച്ച് കേക്ക്. അങ്ങനെ ഒരു വീട്ടിൽ രണ്ട് രീതി വേണ്ട. അമ്മയെക്കാട്ടിലും വയ്യാത്ത അമ്മച്ചി. നീ ഒരു കാര്യം ചെയ്യ്, ആ കെറ്റിലും എടുത്ത് മാറ്റി ആ ഗ്യാസിന്റെ കണക്ഷൻ ഊരിയിടും. രണ്ടുപേരും ഒരേപോലെയൊക്കെ ചെയ്യുന്നെങ്കിൽ ചെയ്താൽ മതി. ഒരു വീട്ടിൽ രണ്ടുപേർ വൃത്തിയൊന്നും വേണ്ട. ഇത് വേറൊന്നുമല്ല, ഗ്യാസ് തീരുന്നോണ്ടൊന്നുമല്ല. അമ്മച്ചിട്ട് കഷ്ടപ്പെടുത്തും. അത് നമ്മൾ അറിയിക്കുകയും വേണ്ട. നീ ആ കെറ്റിലും എടുത്ത് മാറ്റി ആ ഗ്യാസിന്റെ വയറും അങ്ങ് ഊരിയിട്. ആ ഗ്യാസിന്റെ പുറവശത്തുള്ള വയറങ്ങ് ഊരിയിട്. പിന്നെ എന്താ ചെയ്യുന്നതെന്ന് നോക്ക്. ചെല്ല്, അവിടെ കിടക്കുവാണെങ്കിൽ അവള് കാണാൻ ചെയ്യണം. ഇവിടെ അമ്മച്ചിക്ക് ഒരു രീതി, മമ്മിക്ക് വേറൊരു രീതി. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഏബലോ, എന്താ ഗ്യാസ് നിർത്തത്തെ? ഗ്യാസ് തീർന്നോ? ഏബലോ, എന്താ പറയാ? അതാ കറക്റ്റ് സമയത്ത് എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കണം. കറി ഒന്ന് ചൂടാക്കാന്ന് വിചാരിച്ച ഉടനെ ഗ്യാസും ഇല്ല, വെള്ളം ചൂടാക്കാൻ കെറ്റിലും ഇല്ല. ഇതെല്ലാം എവിടെ പോയാ എന്തോ. ഹേബലിനെ വിളിച്ച് 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 മനുഷ്യനെ തൊണ്ട പറ്റി. അച്ചായോ, അച്ചായോ, ഒന്ന് വാ ഇങ്ങോട്ട്. സമയമാകുമ്പോ ചോറിന് എല്ലാരും വന്നിരിക്കുമല്ലോ. ഈ ഇവിടെ ഗ്യാസും ഇല്ല, വെള്ളം വെച്ച് ചൂടാക്കാൻ നോക്കിയപ്പോ കെറ്റിലും കാണുന്നില്ല. മീൻകറി വെച്ച് ചൂടാക്കാൻ വേണ്ടി ഇരിക്കുക. ഗ്യാസ് കത്തുന്നില്ല. അതെങ്ങനെ തീരുന്നേ? ഗ്യാസ് എങ്ങനെ തീരുന്നേ? ഇന്ന് 2 ദിവസം ആയതേ ഉള്ളൂ. അങ്ങനൊന്നുമില്ല, ഞാൻ ഇച്ചിരി ചോറും കറിയും മാത്രമേ ഗ്യാസിനകത്ത് വെക്കത്തുള്ളൂ. ഗ്യാസ് തീരത്തില്ല. ഗ്യാസ് തീർന്നൊന്നും കാണത്തില്ല. കത്തിച്ച് എല്ലാവർക്കും വിശക്കുന്നില്ലയോ? എനിക്ക് കത്തിച്ചിട്ട് കത്തുന്നില്ല. ഇപ്പം കത്തിയത് എനിക്കറിയാവുന്ന നടക്കല ചെയ്യാൻ പറ്റുമോ? ഗ്യാസിൽ എന്ത് പറ്റിയെന്ന് പറ. ഗ്യാസിനൊന്നും പറ്റിയൊന്നുമല്ല. പിന്നെന്തോ എനിക്ക് അടുപ്പ് കിടന്നിങ്ങനെ എല്ലാം കണ്ടും കെട്ടുപിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാ കേട്ടോ. നീ ആണെങ്കിൽ ഈ വീട്ടിൽ ഒരു പ്രായമുള്ള ഒരു തള്ളാടിൽ എന്തൊക്കെ വില കാണിക്കുന്നേ ആണോ? മമ്മി ചുമക്കുന്ന ഞാൻ കണ്ടതാ. ഗ്യാസ് തീർന്നു പോയ പിന്നെ എന്തോ ചെയ്യും? ഞാൻ എന്തോ ഒരു ലാഭം ഉണ്ടാക്കിയല്ലേ. ലാഭം നീ എന്നാ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുക? എനിക്കത് അറിയത്തില്ല. അറിയാമെങ്കിൽ നീ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അമ്മച്ചിക്ക് ഗ്യാസ് ഉപയോഗിക്കാമെങ്കിൽ നീ ഉപയോഗിച്ചാൽ മതി. അല്ല വേറെ ആരും അങ്ങനെ ഉപയോഗിക്കണ്ട. ഒരു വീട്ടിൽ 2 കച്ചവടം വേണ്ട. ആ വയ്യാത്ത ഒരു സ്ത്രീക്ക് അത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നീയും ചെയ്യണ്ട. എന്നോട് നാളെ മതി ഗ്യാസ് ബുക്ക് ചെയ്യാൻ പറയുന്നത്. ഞാൻ ബുക്ക് ചെയ്യത്തില്ല.
രണ്ടുപേർക്കും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇവിടെ കഴിയാമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. ഇതല്ല ഇത് അപ്പുറത്തേം ചെയ്തു തരാം. അല്ലാതെ ഇനിയിപ്പോൾ നീ ഇതിനകത്ത് തന്നെ ഉണ്ടാക്കിയാൽ മതി. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. സന്തോഷത്തോടാണെങ്കിൽ രണ്ടും ചെയ്തു തരും. ഓക്കെ.